നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. രാജ്യം ഇന്ന് 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ നിറവിൽ. കെ ഷിജിത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ. ഇന്റഗ്രേഷൻ ഓഫ് ക്രിയേറ്റീവ് സിറ്റിസൺസ് പ്രവർത്തകർ വാരണാക്കരയിൽ നിന്നും മലപ്പുറം സമരപന്തലിലേക്ക് പദയാത്ര നടത്തി. തിരൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് SI ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി. നവയുഗ് വായനശാലയിൽ സ്വാതന്ത്ര്യ ദിനാചരണം സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ ഇമ്പിച്ചിബാവ സഹകരണ ആശുപത്രിയിൽ CT സ്കാൻ യൂണിറ്റിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. തിരൂർ MA സെൻട്രൽ സ്കൂൾ ഭാരതത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള ഫയർ സർവീസ് മെഡൽ തിരൂർ അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ VK ബിച്ചുവിന്. വിശദമായ വാർത്തകൾ. രാജ്യം ഇന്ന് 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് രാജ്യം സ്വതന്ത്രമായതിന്റെ ഓർമ്മ പുതുക്കി രാജ്യത്തെ ഓരോ ജനങ്ങളും സ്വാതന്ത്ര്യ ദിനത്തെ വരവേൽക്കുകയാണ്. സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെയും ജീവിതം മാറ്റിവെച്ചവരെയും കുറിച്ചുള്ള സ്മരണ പുതുക്കിയാണ് ഈ സ്വാതന്ത്ര്യ ദിനവും കടന്നുവരുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തെയും യഥാർത്ഥ സമര സേനാനികളെയും തിരിച്ചറിയാൻ കൂടിയുള്ളതാണ് ഈ സ്വാതന്ത്ര്യ ദിനം. തിരൂർ താലൂക്ക് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സച്ചിൻ കുമാർ യാദവ് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. Today is the day when every year we remember our forefathers, because of whose sacrifices, whose efforts we got independence. So today we pay our respects to all these freedom fighters who laid down their lives so that we can breathe in free air. തിരൂർ തഹസിൽദാർ S. ഷീജ, തിരൂർ ജോയിന്റ് RTO, താലൂക്ക് ഓഫീസ് ജീവനക്കാരൻ, തിരൂർ GMUP സ്കൂൾ സംബന്ധിച്ചു. തിരൂർ GMUP സ്കൂളിലെ വിദ്യാർത്ഥികളെ സബ് കളക്ടറും തഹസിൽദാറും ചേർന്ന് സ്വീകരിച്ചു. കുരുന്നുകൾ ദേശഭക്തി ഗാനം ആലപിച്ചു. ചിന്ത
വെട്ടന്യൂസ് തിരൂർ. തിരൂർ സ്റ്റേഷനിലെ സീനിയർ CPO KK ഷിജിത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ. താനൂർ കേപുരം സ്വദേശിയാണ് 37-കാരനായ ഷിജിത്ത്. തിരൂർ സ്റ്റേഷനിലെ കാപ്പാബ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതും 41 ഗുഡ് സർവീസ് എൻട്രികളും പരിഗണിച്ചാണ് മെഡൽ നൽകുന്നത്. കഴിഞ്ഞ വർഷം 30 കാപ്പ കേസുകളും ഈ വർഷം 15 കാപ്പ കേസുകളുമാണ് ഷിജിത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മികച്ച കുറ്റാന്വേഷകനാണ് ഷിജിത്ത്. 2008-2010 കാലയളവിൽ മംഗലം MES സ്കൂളിലെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. താനൂർ കേപുരം കളത്തിൽക്കണ്ടി രാമൻ ഗംഗാദേവി ദമ്പതികളുടെ മകനാണ്. 2010 പോലീസിൽ കയറുന്നത്. MSPയിൽ അരീക്കോട് ട്രെയിനിങ് ക്യാമ്പിൽ 2010 മെയ്യിൽ ട്രെയിനിങ്ങിന് കയറി. 14 വർഷം പൂർത്തിയാക്കി. അതിൽ എൻ്റെ സർവീസിൻ്റെ പകുതിയും തിരൂരിൻ്റെ മേഖലയിലാണ്, തിരൂർ സ്റ്റേഷനിലാണ് ജോലി ചെയ്തത്. അപ്പോൾ തിരൂരിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു ഇത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാപ്പയുടെ ചാർജാണ്. കാപ്പ നടപടികൾ ചെയ്യുന്ന പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കുക പോലീസ് സ്റ്റേഷൻ ലെവലിൽ. അതിൽ തിരൂരിൽ കഴിഞ്ഞ വർഷം ഒരു 40ഓളം, ഈ വർഷം ഇപ്പോൾ ഒരു 15ഓളം റിപ്പോർട്ടുകൾ തയ്യാറാക്കി. തിരൂരിൻ്റെ മേഖലയിൽ ക്രിമിനലുകളെ അമർച്ച ചെയ്യാനുള്ള ഒരു ഇതിൻ്റെ ഭാഗവാക്കാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഈ ഒരു സേവനത്തിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിലും സന്തോഷമുണ്ട്. എൻ്റെ ഗുരുക്കന്മാർക്കും മാതാപിതാക്കൾക്കും കുടുംബത്തിനും എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാ സപ്പോർട്ടും തന്ന മേലുദ്യോഗസ്ഥർക്കും നന്ദി അറിയിക്കുകയാണ്. സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഭാര്യ സജിത, മക്കൾ സാരംഗി, ശാരവ്. വെട്ടന്യൂസ് തിരൂർ. മദ്യനിരോധന സമിതി മലപ്പുറം കളക്ടറേറ്റ് പടിക്കൽ നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന്റെ 1ാം വാർഷിക ദിന സമ്മേളനത്തിൽ സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ച് സന്നദ്ധ സംഘടനയായ ഇന്റഗ്രേഷൻ ഓഫ് ക്രിയേറ്റീവ് സിറ്റിസൺസ് പ്രവർത്തകർ വാരണാക്കരയിൽ നിന്നും മലപ്പുറം സമരപന്തലിലേക്ക് പദയാത്ര നടത്തി. ICC ഉപദേശക സമിതി അംഗം തയ്യിൽ മുഹമ്മദ് കുട്ടി ഹാജി, ജാഥ ക്യാപ്റ്റൻ ഫസലുദ്ദീൻ വാരണാക്കരയ്ക്ക് പതാക കൈമാറി ഫ്ളാഗ് ഓഫ് ചെയ്തു. മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ജാഥാംഗങ്ങളെ മാലയിട്ട് സ്വീകരിച്ചു. സംഘടനയെ പ്രതിനിധീകരിച്ച് ICC പ്രസിഡന്റ് ഫസലുദ്ദീൻ വാരണാക്കര പ്രസംഗിച്ചു. അഹമ്മദ് കുട്ടി, നസീബ് IP, തയ്യിൽ കുഞ്ഞുമുഹമ്മദ്, അൻവർ ബാബു, സുരേഷ് തേമ്പലത്ത്, സിദ്ദീഖ് പ്രസാദ് എന്ന കണ്ണൻ, ഷാഹുൽ, ഉസ്മാൻ ഖദളിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് മലപ്പുറം. തിരൂർ പോലീസ് സ്റ്റേഷനിൽ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. തിരൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് SI ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെയും ജീവിതം മാറ്റിവെച്ചവരെയും കുറിച്ചുള്ള സ്മരണ പുതുക്കിയാണ് സ്വാതന്ത്ര്യദിനം കൊണ്ടാടിയത്. തിരൂർ പോലീസ് സ്റ്റേഷനിൽ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. തിരൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് SI ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി. National salute! Prison up! സമൂഹത്തിനു വേണ്ടി അർപ്പണബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം നടത്താൻ കഴിയണമെന്ന് SI ഉണ്ണികൃഷ്ണൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. അക്ബർ അക്കാദമിയിലെ വിദ്യാർത്ഥികളും സംബന്ധിച്ചു. വെട്ടന്യൂസ് തിരൂർ. പരിയാപുരം നവീക് വായനശാലയിൽ ഡോക്ടർ MN അബ്ദുറഹിമാൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. നവീക് വായനശാലയിൽ സ്വാതന്ത്ര്യദിനാചരണം സംഘടിപ്പിച്ചു. MN അബ്ദുറഹിമാൻ ദേശീയ പതാക ഉയർത്തി. P മുരളീധരൻ, K സുശീലൻ, ഷാഹിന PP, ഭാരത് ദാസൻ, സരിത VT, രേഖ VP, അഷ്ഫാഖ് M, റിയാസ് കോട്ടേക്കാട്, സൈന A, ഐശ്വര്യ V എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വെട്ടം. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ ഇമ്പിച്ചിബാവ സഹകരണ ആശുപത്രിയിൽ CT സ്കാൻ യൂണിറ്റിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. ആശുപത്രിയുടെ കാഷ്വാലിറ്റിയോട് ചേർന്ന് പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്താണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്.
എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ നജ്മൽ നേതൃത്വം നൽകുന്ന കാഷ്വാലിറ്റി ടീമും ട്രോമ കെയർ മാനേജ്മെന്റിനും സഹായകരമാണ് പുതിയ സ്കാനിംഗ് യൂണിറ്റ്. വിജിബവ സഹകരണ ആശുപത്രിയുടെ 1 ലക്ഷത്തിന് പുറമെ വിവിധ വ്യക്തികളും സ്ഥാപനങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക റവന്യൂ മന്ത്രി കെ രാജന് കൈമാറി. റീബിൽഡ് വയനാട് ഡൊണേറ്റ് CMDRF എന്ന സന്ദേശമുയർത്തി തിരൂരിൽ നിന്നും ആലത്തിയൂരിലേക്ക് സംഘടിപ്പിച്ച വാക്കത്തോണിൽ പങ്കെടുത്ത വിവിധ സ്കൂളിലെ NSS സ്പോർട്സ് വിദ്യാർത്ഥികൾക്ക് മന്ത്രി നേരിട്ട് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. തവനൂർ MLA KT ജലീൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തിരൂർ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ ചെയർമാൻ E ജയൻ, ഡോക്ടർ റോഷൻ, ഡോക്ടർ വത്സരാജ്, ഡോക്ടർ ജിതിൻ, C ഡേവിസ്, ആശുപത്രി ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ PT നാരായണൻ, P മുഹമ്മദ് അലി, P ഇന്ദിര, PV അയ്യൂബ്, മാനേജിംഗ് ഡയറക്ടർ ഷുഹൈബ് അലി, K സൈനുദ്ദീൻ ബാവഹാജി എന്നിവർ സംസാരിച്ചു. ആശുപത്രി ചെയർമാൻ A ശിവദാസൻ സ്വാഗതവും മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാരി നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ് തിരൂർ. തിരൂർ MES സെൻട്രൽ സ്കൂൾ ഭാരതത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ VP മധുസൂദനൻ പതാക ഉയർത്തി. തിരൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് S ശ്രീജിത്ത് മുഖ്യാതിഥിയായി. നമ്മുടെ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ വിദ്യാർത്ഥികൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് അറിയിച്ചതോടൊപ്പം അമ്മയെ സന്തോഷിപ്പിക്കുന്നതിലൂടെ വീടും സമൂഹവും രാഷ്ട്രവും സന്തോഷമായി നിലനിർത്താൻ നമുക്ക് സാധിക്കുമെന്നും രാഷ്ട്ര സംരക്ഷണത്തിന്റെ പ്രഥമഘട്ടം വീട്ടിൽ നിന്ന് തുടങ്ങണമെന്നും തിരൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് S ശ്രീജിത്ത് വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് തന്റെ ആശംസാ പ്രസംഗത്തിൽ ധീരദേശാഭിമാനികളെ അനുസ്മരിച്ചതോടൊപ്പം രക്ഷിതാക്കളെയും രാജ്യത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന മഹത് വ്യക്തികളാകാൻ ഓരോ വിദ്യാർത്ഥികൾക്കും സാധിക്കണമെന്ന് ആശംസിച്ചു. വൈസ് പ്രിൻസിപ്പൽ ബെന്നി, സാഗർ അബ്ദുള്ള, അബ്ദുൽ ഖാദർ കൈനിക്കര, അബ്ദുൾ റഹ്മാൻ, റസാഖ് ഹാജി, നിഷാദ്, മമ്മി ചെറുതോട്ടത്തിൽ, മൻസൂർ അലി, ജസീർ റഹ്മാൻ തുടങ്ങിയ മാനേജ്മെന്റ് അംഗങ്ങളും അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. വെട്ട ന്യൂസ് തിരൂർ. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള ഫയർ സർവീസ് മെഡൽ തിരൂർ അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസറും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് മലപ്പുറം ജില്ലാ വിജിലൻസ് ആൻഡ് ഇന്റലിജൻസ് സ്റ്റേഷൻ ഓഫീസറുമായ VK ബിജുവിന് 2008 കേരള മുഖ്യമന്ത്രിയുടെ ഫയർ സർവീസ് മെഡലും 2014 രാഷ്ട്രപതിയുടെ സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. തിരൂരിന് അഭിമാനമായി തിരൂർ അഗ്നിശമന സ്റ്റേഷൻ ഓഫീസർ VK ബിജു. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള ഫയർ സർവീസ് മെഡലാണ് ഇദ്ദേഹത്തെ തേടിയെത്തിയത്. കോഴിക്കോട് മിഠായി തെരുവ് ഉൾപ്പെടെയുള്ള ജില്ലയിലെ വൻ അഗ്നിബാധകൾ, കടലുണ്ടി തീവണ്ടി ദുരന്തം, കരിപ്പൂർ വിമാന ദുരന്തം, പശുക്കടവ്, കളവപ്പാറ, തൃശൂർ, ദേശമംഗലം എന്നിവിടങ്ങളിലുള്ള ഉരുൾപൊട്ടലുകൾ, 2007, 2018, 2019 വർഷങ്ങളിലെ പ്രളയരക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ അഗ്നിരക്ഷാപ്രവർത്തനങ്ങളിലും പ്രവർത്തിച്ച് ധാരാളം ജീവനുകളും സ്വത്തുക്കളും രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈയിടെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിലും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായിരുന്നു. ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ ഈ വർഷം ലഭിക്കുകയുണ്ടായി. എൻ്റെ 1996 നവംബർ 11-ാം തീയതി സർവീസ് കയറി. അന്ന് മുതൽ ഇന്ന് വരെ സർവീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാലയളവിൽ ഒരുപാട് അഗ്നിശമന പ്രവർത്തനത്തിലും മറ്റു തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിലും പങ്കെടുക്കുകയുണ്ടായി. ഇവിടെയെല്ലാം തന്നെ സർവീസിന്, അതായത് നമ്മുടെ സർവീസിന് ഒരു ഫയർമാൻ എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് സ്റ്റേഷൻ ഓഫീസർ ആയി ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫറോക്ക് നെല്ലൂർ ഉദയമംഗലത്ത് വീട്ടിൽ പത്മനാഭ മേനോന്റെയും സാവിത്രി ടീച്ചറുടെയും മകനാണ് VK ബിജു. ഭാര്യ നിഷ AKK RHSS ഫോർ ഗേൾസിലെ അധ്യാപികയാണ്. മക്കൾ അനുഭവ്, ആരോമൽ. വെട്ട ന്യൂസ് തിരൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.